ഹലോ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, നമ്മുടെ ഖലീഫയായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി മദീനയുടെ ഏകാന്തതയിൽ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ വിശപ്പറിയാനും ജനങ്ങളുടെ ബുദ്ധിമുട്ട് അറിയാനും വേണ്ടി രാത്രിയിൽ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്നും ഒരു പാവപ്പെട്ട ഒരു കുടിലിൽ നിന്നും ഒരു കുട്ടികളുടെ കരച്ചിൽ വല്ലാതെ കേൾക്കുന്നു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആ വീടിൻ്റെ വാതിൽ മുട്ടി വിളിച്ചു. അകത്തേക്ക് കയറി ചെന്നപ്പോൾ ഒരു സ്ത്രീയും രണ്ട് കുട്ടികളും ഒരടുപ്പിൻ്റെ ഉള്ളിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനരികിലിരുന്ന് കുട്ടികളും ഒരു സ്ത്രീയും ഇരിക്കുന്നു. കുട്ടികൾ വല്ലാതെ കരയുന്നു. അപ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് ചോദിച്ചു, എന്താണ് കുട്ടികൾ കരയുന്നത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, കുട്ടികൾ കരയുന്നത് വിശന്നിട്ടാണ്. അപ്പോൾ ഖലീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അപ്പോൾ കലത്തിൽ എന്താണ് വേവിച്ചു കൊണ്ടിരിക്കുന്നത്, പാകം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കലത്തിൽ ഒന്നുമില്ല, വെള്ളമാണ്. ഞാൻ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വെള്ളം വെച്ച് തിളപ്പിച്ചുകൊണ്ട് തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ കല്ലും വാരി വച്ചിരിക്കുന്നു. അവർ അത് ആഹാരമാണെന്ന് കരുതി അവർ വിശന്ന് കരഞ്ഞു ഉറങ്ങിക്കോളും സമാധാനപ്പെട്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഇതിൽ വെള്ളം വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിൽ അവർക്ക് കൊടുക്കാൻ ഭക്ഷണം ഒന്നുമില്ല, എനിക്ക് വാങ്ങാൻ പൈസയുമില്ല, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് ചോദിച്ചു, എന്നിട്ട് ഇതെന്തേ നിങ്ങൾ ഖലീഫ ഉമറിനോട് പറയാതിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഖലീഫ ഉമർ രാജ്യത്തിൻ്റെ ഭരണാധികാരിയല്ലേ, അദ്ദേഹം ഇതൊക്കെ അറിയേണ്ടതല്ലേ, ജനങ്ങളുടെ സഹതാപം, ജനങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും വിശപ്പും എല്ലാം അയാൾ അറിയേണ്ടതല്ലേ, അയാൾ ഇതെന്തേ അറിയാത്ത നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അറിയാൻ ഇതൊന്നും അയാൾ കൂട്ടാക്കാത്തത് എന്താ എന്ന് ചോദിച്ചപ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹുവിൻ്റെ മുഖം വല്ലാതെ വിഷമത്തോടെ വളരെ സങ്കടപ്പെട്ടു. അപ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹുവിനോടൊപ്പം ഒരു സഹാബിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയി അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഒരു ചാക്ക് നിറയെ നിറച്ചു അവരുടെ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹാബി പറഞ്ഞു, ഖലീഫ ഉമർ, ഇതെല്ലാം ഞാൻ എടുത്തോളാം, ഞാൻ എൻ്റെ ചുമലിൽ ഏറ്റിക്കോളാം. അപ്പോൾ ഖലീഫ ഉമർ റളിയല്ലാഹു പറഞ്ഞു, അന്ത്യനാളിൽ നിങ്ങൾ എൻ്റെ ഭാരം ചുമക്കുമോ? ഇത് ഞാൻ നിങ്ങളിൽ തോളിലേറ്റി തന്നാൽ ഇത് ഞാൻ തന്നെ ഏറ്റട്ടെ എന്നും പറഞ്ഞ് അതും ആ ചാക്ക് കൊണ്ടുപോയി ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആ വീടിൽ കൊണ്ടുപോയി ആ സ്ത്രീക്ക് നൽകി. ആ വീട്ടിൽ കൊണ്ടുവച്ചു ഖലീഫ ഉമർ അതിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ എടുത്ത് ആ തീയിൽ വെച്ച് സ്വന്തമായി പാചകം ചെയ്ത്